2a = 3b = 4c എങ്കിൽ a:b:c എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സർവ്വസാധാരണമായിട്ട് നമ്മൾ പരീക്ഷകൾക്ക് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ശരി, പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആദ്യത്തെ റേഷ്യോ കിട്ടാൻ ആദ്യത്തെ നമ്പർ നമ്മൾ മറച്ചു പിടിച്ചു. ബാക്കിയുള്ള 3 × 4 3 × 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് പറഞ്ഞു കിട്ടും. ഈസ് 2. രണ്ടാമത്തെ റേഷ്യോ കിട്ടാൻ രണ്ടാമത്തെ നമ്പർ മറച്ചു പിടിച്ചു. 2 × 4 നമുക്ക് കിട്ടി 8 എന്ന് പറഞ്ഞു കിട്ടി. മൂന്നാമത്തെ റേഷ്യോ കിട്ടാൻ മൂന്നാമത്തെ നമ്പർ മറച്ചു പിടിച്ചു. 2 × 3 നമുക്ക് പറയാം 6 എന്ന് പറയാം. ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ 6 ആവും, 8 4 ആവും, 6 എന്തായിട്ട് മാറും, 3 ആയിട്ട് മാറും. നമുക്ക് കിട്ടി നമ്മുടെ ആൻസർ 6:4:3. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ 3x = 4y = 6z ആണെങ്കിൽ x y z എത്ര എന്ന് ചോദിച്ചാൽ ആദ്യത്തെ നമ്പർ മറച്ചു പിടിക്കുന്നു. 4 × 6 that is 24 is 2. രണ്ടാമത്തെ നമ്പർ മറച്ചു പിടിച്ചു. 3 × 6 that is 18. മൂന്നാമത്തെ നമ്പർ മറച്ചു പിടിച്ചു. 3 × 4 that is 12. എല്ലാത്തിനും 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 6 4 ടൈംസ്, ഇവിടെ 6 3 ടൈംസ്, ഇവിടെ 6 2 ടൈംസ്. നമുക്ക് കിട്ടി 4:3:2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ് 3p = 5q = 6r എങ്കിൽ p is 2 2 is to r എത്രയാണ്?